എനിക്കറിയത്തില്ല, ബട്ട് ഞങ്ങൾക്കത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു പാട്ടാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികൾക്കും ഐ തിങ്ക് സോ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാട്ട് തന്നെയാണ്. സോ ലെറ്റ്സ് സീ. അത്രയ്ക്ക് തണുപ്പില്ല. ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇറ്റ്സ് എ വെരി ബിഗ് പാർക്കിംഗ്. നോർത്ത് അയർലൻഡ്. ആക്ച്വലി ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അയർലൻഡിലല്ല, നോർത്തേൺ അയർലൻഡിലാണ്. അപ്പം ചിലർക്കൊക്കെ മനസ്സിലായി കാണും ഞങ്ങൾ എവിടെയാണെന്നുള്ളത്. ഐ ഡോണ്ട് നോ, ബട്ട് സ്റ്റിൽ ഐ എം ഗോണ ഷോ യു എ പ്ലേസ്. ഒരു സ്ഥലം ഞങ്ങൾ കാണിക്കാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കോണം ഞങ്ങളിപ്പോൾ എവിടെയാണ്. നിങ്ങളുടെ സ്വന്തം ഫോർ സിസ്റ്റേഴ്സ് കണ്ടാ, അതും മറന്നുപോയി. ഓക്കെ, സോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലേ? അതാണ് ഞങ്ങൾ സർപ്രൈസ്. യെസ്, ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫാണ്. ഇന്നൊരു മൺഡേ ആണ്. അപ്പം ഞങ്ങൾ കുറേ ഞങ്ങളുടെ ഒരു യൂഷ്വൽ മൺഡേ കേട്ടോ. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. കാരണം വർക്കിംഗ് ഡേയ്സിൽ ഞങ്ങൾ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഓഫുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവേ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മോസ്റ്റ്ലി ഞങ്ങൾ ജിമ്മിലാണ് പോകാറ്. ജിമ്മിൽ പോയും അത് കഴിഞ്ഞ് എന്തെങ്കിലും എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ടെങ്കിൽ എടുക്കും. അത് കഴിഞ്ഞിട്ട് കുക്കിങ്, പിന്നെ പിറ്റേ ദിവസം 2 ദിവസമൊക്കെ അടുപ്പിച്ച് ഡ്യൂട്ടി ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുള്ള ലഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളും ഫുഡും ഒക്കെ റെഡിയാക്കും. പിന്നെ ഞാൻ മോസ്റ്റ്ലി നേരത്തെ കിടക്കാറുണ്ട് ഡ്യൂട്ടി പിറ്റേ ദിവസമുള്ള ദിവസം. അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമ കണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേർക്കും നെറ്റ്ഫ്ലിക്സ് മുഴുവനായിട്ടും കണ്ടു തീർത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. A few moments later. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഇനി ഒരു ഫ്ലോറും കൂടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഞങ്ങൾ ഫൈനലി റീച്ച് ആവും. ഇവിടെ നല്ല തണുപ്പുണ്ട്. ആക്ച്വലി ഇതൊരു ലൈക്ക് ഒരു ഓപ്പൺ മോളാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി കോൾഡ്. ഫൈനലി ഐ തിങ്ക് കുറച്ച് പേർക്ക് അത് കാണാൻ പറ്റണോ, ഞങ്ങളിപ്പോൾ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നോ. സോ ഈ സ്പേസിൻ്റെ ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇനിയും 1 മണിക്കൂർ ക്യൂ നിന്നാൽ പോലും അതിനകത്ത് കയറാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ആക്ച്വലി മൺഡേ വന്നത്. ഇറ്റ്സ് ലൈക്ക് എ വർക്കിംഗ് ഡേ. കുറച്ച് ഫ്രീ ആയിരിക്കും കമ്പയർ ടു ദ വീക്കെൻഡ്സ്. ആൻഡ് ഇറ്റ് ഈസ് എ ക്രേസി ക്രൗഡാണ് അവിടെ ഉള്ളത്. എനിക്കറിയത്തില്ല. സോ ഇങ്ങനെയൊരു ഷോപ്പ് നമ്മുടെ അയർലൻഡിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ വി ആർ ഹിയർ. സോ വി ഗോണ ഷോ യു വേ വി ആർ റൈറ്റ് നൗ. സോ വിൽ ടേൺ അറൗണ്ട്. റെഡി? 1, 2, 3 start. Yes! Kada. We are in Sephora right now. So this is the first shop. It is opened in Ireland. But actually it's not in Ireland. It's Northern Ireland. So it's a part of UK. Yay! So I don't know how we will get in there, but still you guys can see. നിങ്ങൾക്ക് ക്യൂ കാണാം. സി അവിടെയാണ് സെഫോറ ഉള്ളത്. ആൻഡ് ക്യൂ നിങ്ങൾ ഇവിടെ മുതലാണ്. ഞങ്ങൾ നിൽക്കുന്ന ഇവിടെയാണ്. ഈ ക്യൂ എല്ലാം കഴിഞ്ഞ് വേണം ഞങ്ങൾ അവിടെ ചെല്ലാൻ. യു ഗൈസ് കെൻ സീ ഹൗ ക്രൗഡഡ് ഇറ്റ് ഈസ്. സോ യാ, ലെറ്റ്സ് ട്രൈ.
inside of Sephora after long wait, more than 1.5 hours of waiting. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ വന്ന് കയറിയത് സെഫോറ കളക്ഷൻസിൽ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ സെഫോറയുടെ പ്രൊഡക്റ്റ്സ് ഇങ്ങനെ കാണുന്നത്. കാരണം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം വിസിറ്റ് ടു സെഫോറ ആണ്. ആദ്യം തന്നെ ഇവിടെ കുറേ ബ്രഷുകളും ഐലാഷസും അങ്ങനെയൊക്കെ നോക്കി. ഇത്ര വലിയ ഐലാഷസ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല, കാരണം ഞങ്ങൾക്ക് നാച്ചുറലി ഐലാഷസ് ഉള്ളത് കൊണ്ട് ഞങ്ങളിതങ്ങനെ ഉപയോഗിക്കാറില്ല അധികം. വളരെ റെയർലി മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അവരുടെ കുറേ പ്രൊഡക്ട്സും ഒക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടി കട്ടർ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ നോക്കി. ഇവരുടെ പ്രൊഡക്ട്സ് ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ അങ്ങനെ ഇവരുടെ പ്രൊഡക്ട്സേ ഇല്ല. ഞങ്ങൾ എന്ത് വാങ്ങിക്കാമെന്ന് കരുതി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഒന്ന് പുതുതായി ട്രൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് അങ്ങനെയൊന്നും കിട്ടിയില്ല. ഐ തിങ്ക് ചിന്നു ഒരു ബ്രഷ് വാങ്ങിച്ചു എന്ന് തോന്നുന്നു. വേറെ ഒന്നും തന്നെ ഞങ്ങൾ ആ സെഫോറ ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചില്ല. അടുത്തത് തന്നെ വന്നപ്പോൾ അവരുടെ ബ്ലഷുകളും പല പല സൈസ് ക്രീം ബ്ലഷസും അങ്ങനെ പലതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പല പല ഷെയ്ഡുകളുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ? ഓക്കെ, അതൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഞങ്ങൾക്ക് അധികം വീഡിയോ എടുക്കാൻ ഇതിനകത്ത് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിനകത്ത് ഓൾറെഡി ആൾക്കാരെ പെട്ടെന്ന് അവർ കയറ്റി വിട്ടിട്ട് ഇറക്കി വിടാനുള്ള ധൃതി അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അതിൽ നിന്ന് വീഡിയോ ഒന്നും കവറപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. കണ്ടില്ലേ അവരുടെ കീ ചെയിൻസ് ഒക്കെ. ഈ ഒരു പെർഫ്യൂമാണ് മെറിറ്റിൻ്റെ. ചിക്കുനത് സ്മെല്ല് ഇട്ട് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. പിന്നെ കുറേ ഫൗണ്ടേഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ ലേഡി ഗാഗയുടെ ഹോസ് ലാബ്സ് ബൈ ലേഡി ഗാഗയുടെ പ്രൊഡക്റ്റാണ്. ഞങ്ങളിതുവരെ ഇതിൻ്റെ ഒരു പ്രൊഡക്ട്സിനും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഈസ് വെരി വൈറൽ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായതാണിത്. ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു, ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ ഇത് കൊറിയൻ സ്കിൻ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സെൻസേഷണലായിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഇവരുടെ കുറേ നിയാസിനമൈഡ്, ഗ്ലോ സിറംസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാം. കൊറിയൻ സ്കിൻ പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ആൻഡ് സമ്മർ ഫ്രൈഡേയ്സ് അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതുവരെ ഞാൻ അയർലൻഡിൽ കാണാത്ത അങ്ങനെ കുറേ പ്രൊഡക്ട്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇൻ ബ്യൂട്ടി പ്രോജക്റ്റ് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. മെറിറ്റ് എൻ്റെ പെർഫ്യൂം ചിക്കുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു പെർഫ്യൂം അഡിക്റ്റാണ് എൻ്റെ ചിക്കു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മെറിറ്റിൻ്റെ ഫൗണ്ടേഷൻസ് അങ്ങനെയെല്ലാം കാണുന്നുണ്ടോ നിങ്ങൾ? അതിൻ്റെ കോണ്ടേഴ്സ്. എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ? അതിനകത്ത് വളരെ ഫൈൻ ആൻഡ് പ്രിസൈസാണ് അതിൻ്റെ ടിപ്പ്, നിങ്ങൾക്ക് കാണാം. പക്ഷേ എനിക്കതിന് അത്ര ഡാർക്കാണെന്ന് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങിക്കാൻ. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ബട്ട് അതെനിക്ക് അത്ര കളറായിട്ട് തോന്നിയില്ല. ആക്ച്വലി ഒരു പിഗ്മെൻ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ കുറേ മാസ്കുകൾ നിങ്ങൾക്ക് കാണാം. ഫേസ് മാസ്കുകളൊക്കെ ഇഷ്ടമുള്ളതാണെങ്കിൽ റൺ ടു സെഫോറ കൊള്ളാം. കുറേ നറിഷിങ്, ഡീപ്പഫിങ്, ക്വെൻച്ചിങ്, പ്ലംപിങ് എഫക്ട്, പ്യൂരിഫൈങ്, ക്ലാരിഫൈങ്, മാറ്റിഫൈങ്, അങ്ങനെ പല 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 പർപ്പസിന് വേണ്ടിയുള്ള പല ഡിഫറെൻറ്റ് മാസ്കുകളാണ്. എനിക്കിഷ്ടമുള്ളവരാണ് ലാനേജിൻ്റെ ലിപ്പ് ബാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിതിൻ്റെ ഒരു സ്ലീപ്പിംഗ് ലിപ്പ് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഞാനിതുവരെ ഇതിൻ്റെ ഒരു ബാം മേടിച്ചിട്ടില്ല. എനിക്കൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാനുള്ള ഒരു ടിൻറ്റഡ് ആയിട്ടുള്ളത്. എഗെയിൻ സെഫോറയിലേക്ക് വന്നിരിക്കുകയാണ്. ചിന്നൊരു ബ്രഷ് സെറ്റ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി വാങ്ങണോ വേണ്ടയോ എന്ന്. പിന്നൊന്നും വാങ്ങിച്ചില്ല. അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടെ കണ്ട് അതിൻ്റെ അപ്പുറത്തെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അത് കാരണം ഇത് ഒരുപാട് തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അത് അപ്പം കവർ ചെയ്യാൻ പറ്റില്ല. സെഫോറയുടെ ബ്രൗൺസർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മാരിയോ, മേക്കപ്പ് ബൈ മാരിയോ എന്നുള്ളത് കണ്ടോ? ചിക്കു ബ്ലഷ് അടിച്ച് തേക്കുന്നുണ്ടോ? ഓക്കെ, ഈ മേക്കപ്പ് ബൈ മാരിയോയുടെ നല്ലൊരു ബ്ലഷുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈയിടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഇത് പറഞ്ഞേ പറ്റുള്ളൂ. വാവിൻ്റെ നമ്മുടെ എല്ലാ ഹെയർ കെയർ പ്രൊഡക്ട്സും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എസ്പെഷ്യലി ദ മൂസ് നമ്മൾ വോളിയമൊക്കെ തരാൻ വേണ്ടി, എസ്പെഷ്യലി നമ്മൾ കേളൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ പൗഡറിൻ്റെ സ്പ്രേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഗ്ലോ സ്പ്രേ ഇല്ലേ, അത് ഉപയോഗിക്കും ഞങ്ങൾ. പിന്നെ ഇതൊന്നും ഞങ്ങളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എല്ലാം ഒന്ന് കണ്ട് നോക്കാമെന്ന് വെച്ചു. ചിന്നു ഏതാണ് എടുത്തൊരു കൊളാജൻ ക്രീമാണ് കേട്ടോ. ചിക്കു എടുത്ത് കൈ പിടിച്ച് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. സ്കിൻ കെയർ ആയിരുന്നു. പിന്നെ അങ്ങോട്ടെല്ലാം ബയോ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ട്, അയർലൻഡിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ
ഇതൊക്കെ കണ്ടു. ഇവിടെ കുറേ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ മിനീസ് മാത്രം ഉണ്ടായിരുന്നു. കുറേ സെറ്റിംഗ് സ്പ്രേ, ഹുഡ ബ്യൂട്ടിയുടെ പൗഡറും അങ്ങനത്തെ കുറേ. ഈ റോഡ് ഭയങ്കര വൈറലായിട്ടുള്ളൊരു ലിപ്റ്റിൻ്റെ ആട്ടോ. നല്ല രസമാട്ടോ. ഇതിനകത്ത് ബ്യൂട്ടി സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, കുറേ ഫ്രാഗ്രൻസ് സെക്ഷനും ഒക്കെ ഉണ്ട്. ഓവറോൾ ഭയങ്കര ഭംഗിയായിട്ട് ഇതിനകത്ത് ചെയ്യാം. ഒലാപ്ലെക്സ് എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ. ആൻഡ് ഷിന്നുവിന് പക്ഷേ റെഡ്കിനാണ് കൂടുതൽ ഇഷ്ടം. ഐ തിങ്ക് ഇവിടെ ഉണ്ട്, അത് കാണിക്കാം നിങ്ങളെ. അങ്ങോട്ട് പോകുമ്പോൾ അധികം വന്നല്ലോ റെഡ്കിൻ. അവിടെ ഉണ്ട് കേട്ടോ. ഇതും നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. നല്ലൊരു ഹെയർ കെയർ പ്രൊഡക്റ്റാണ്. ചിക്കു ഫ്രാഗ്രൻസിലേക്ക് ഓടണം എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ചിക്കുവിന് പെർഫ്യൂം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിക്കുവിനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ രണ്ടുപേരും ഫേവറേറ്റ് ബ്രാൻഡാണ് ഹുഡ ബ്യൂട്ടി. കൺസീലറൊക്കെ ഇറ്റ്സ് റിയലി അമേസിങ്. എന്താണ് അതെന്ന് പറയുന്ന ഒരു OG ബ്രാൻഡെന്ന് തന്നെ പറയാം കേട്ടോ ഹുഡ ബ്യൂട്ടി. അത് റിയലി അടിപൊളിയായിട്ടൊരു ബ്രാൻഡാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബ്ലഷസും കൊസാസ് നല്ല കേട്ടോ. എൻ്റെ കൺസീലറിനെ പറ്റി നല്ല റിവ്യൂ ആണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ആ ഒരു തിരക്കിനിടയിലും തിരിച്ചു പോകണമെന്നൊക്കെ ഓർത്ത് പെട്ടെന്ന് എല്ലാം ഒന്ന് നോക്കി വിട്ടതേ ഉള്ളൂ. ഒന്ന് കാണണം. എങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾ മേടിച്ചു കിട്ടും. ഞങ്ങളെ കൊണ്ടാവുന്നൊക്കെ ഞങ്ങൾ മേടിച്ചു. അവർ ഗ്ലാസിൻ്റെ ഐ തിങ്ക് ചിന്നുവിന് ഇഷ്ടം എനിക്ക് തന്നെ ബ്രോൺസറാണ്. ചിന്നു ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് ഐ തിങ്ക് അതേ കേട്ടോ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷെ ഒരു ഷിമ്മറി ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളധികം വാങ്ങിച്ചില്ല അത്. കാരണം എനിക്ക് ഒത്തിരി ഷിമ്മറി എഫക്റ്റ് ഒരു ഫേസിന് ഇഷ്ടമല്ല. ഗ്ലോ ഇഷ്ടമാണ്, പക്ഷെ ഒത്തിരി ഷിമ്മറി ആ ഒരു ഫീല് ഞങ്ങളത്ര പ്രിഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പക്ഷേ എങ്കിലും ചിന്നു വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ ഹിയർ കംസ് ദ YSL. ഇതിൻ്റെ ഒരു ലിപ് ഷെയ്ഡ്സൊക്കെ ഞങ്ങളുടെയിലുണ്ട്. ഇതിനു വേണ്ടി ആയിരുന്നു കേട്ടോ ചിന്നുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ടാർട്ടിൻ്റെ ഒരു കൺസീലർ വാങ്ങണമെന്നാണ്. പക്ഷേ ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് ഡിവൈഡ് ഇങ്ങനെ കണ്ടോ ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ കൺഫ്യൂഷൻ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഉള്ള ഒരാൾ തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു അതിന് ഞങ്ങൾ പ്രോപ്പർ ഷെയ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹാർഡ്, ബട്ട് സ്റ്റിൽ ഒരു 3 to 5 ഷെയ്ഡ്സ് ഞങ്ങളെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഏതാണ് ഒരു ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ചേരുന്നതെന്ന് നോക്കി ഞങ്ങൾ വാങ്ങിയാണ്. അത് കണ്ടോ അവസാനം ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പെട്ടെന്ന് ഇറങ്ങാനുള്ള ധൃതിയായിരുന്നു. ഞങ്ങൾ വീണ്ടും പുറത്ത് വന്നു. സോ സെഫോറയിൽ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. മടുത്തു. ആക്ച്വലി ഞങ്ങൾ ഭയങ്കര ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു കോഫി മാത്രമേ കുടിച്ചുള്ളൂ. സോ ഇനി പോയി വല്ലതും കഴിക്കണം. എന്നിട്ട് തിരിച്ച് ഡബിളിലേക്ക് പോകണം. നാളെ രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ട്. സോ എനിവേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണുന്നവരെ ബൈ.